ചിലപ്പോൾ സർക്കാർ മാത്രമല്ല, പല സിനിമാ സംഘടനകളാണെന്നുണ്ടെങ്കിൽ അല്ലാത്ത സംഘടനകളാണെന്നുണ്ടെങ്കിലും ലഹരി നിരോധനത്തിന് വേണ്ടിയിട്ട്, ലഹരി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെപ്പോലുള്ള താങ്കളെപ്പോലുള്ള ആളുകൾ പറയാണ് ഇത് ലീഗലൈസ് ആക്കണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ശരിക്കും ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. ലീഗലൈസ് ചെയ്തത് കൊള്ളാവുന്ന രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്തിട്ട് വലിയ പ്രശ്നമില്ലാതെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവർ ഉപയോഗിക്കുന്ന സാധനം വരെ വിഷമാണ്, അല്ലെ ഇതിനൊരു കൺട്രോൾ ഇല്ല, അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് വരുന്നത്, എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് എന്തൊക്കെ കെമിക്കൽ ഉണ്ടെന്ന് പോലും അറിയാത്ത സാധനം വലിച്ചു വാരിയിട്ട് ഓരോരുത്തർ അടിച്ചിട്ട് വേറെ എന്തെങ്കിലും അസുഖമായിരിക്കും വരുന്നത്. ഇപ്പൊ ഇവർ ഗൂഗിൾ സെർച്ച് ചെയ്ത കഞ്ചാവിനെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷനും അതിന്റെ സൈഡ് എഫക്ട്സും അതിന്റെ എഫക്ട്സും ഒക്കെ കിട്ടും. പക്ഷെ ഇതൊന്നും ആയിരിക്കത്തില്ല ഇവൻ അടിക്കുന്ന സാധനം. അത് അടിച്ചു കഴിഞ്ഞിട്ട് ഇവൻ കഞ്ചാവാന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ടിരിക്കുന്ന സാധനം വേറെ എന്തിനാണ്, അവനുണ്ടാകാൻ പോകുന്ന അസുഖം വേറെ ആയിരിക്കും. ഇവിടെ ഈ കഞ്ചാവ് അടിച്ചോ അല്ലെങ്കിൽ ലങ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി ലിവർ, കിഡ്നി, ലങ്സ്, ഈ ന്യൂറോ, ബ്രെയിൻ, ഈ പറഞ്ഞ സൈക്കാട്രിക് പ്രശ്നങ്ങളുള്ളവരുടെ എണ്ണം വല്ലാണ്ട് കൂടും. ഇപ്പൊ തന്നെ ഈ 2025 കണ്ടല്ലോ, ഞാനൊരു 5 വർഷം മുമ്പ് ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഈ അടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യം 5 വർഷം കഴിയുമ്പോൾ സൈക്കാട്രിക് പേഷ്യൻസിന്റെ എണ്ണം കൂടും, കൊലപാതകം നടക്കും, പല പ്രശ്നങ്ങളുണ്ടാകുന്ന വീഡിയോ ഉണ്ട്, വേണം തപ്പിയെടുത്ത് തരാം. ഏതാ 2020 പറയുന്നുണ്ട് ഇതിരുന്നുണ്ട്. കാരണം ഈ സാധനം തുടങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞു ഇവിടെ എന്തൊക്കെ പുതിയ ഡ്രഗ്സ് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്നിട്ട് തമാശ രീതിയിൽ പറഞ്ഞത് കുറച്ച് സൈക്കാട്രിക് ഹോസ്പിറ്റൽസ് പണിതെടുത്ത ബിസിനസ് കിട്ടുമെന്ന് പറഞ്ഞ ആളുകൾക്ക് അത് ഇപ്പോഴേ തുടങ്ങാമെങ്കിൽ അത് പഠിച്ച് ഉള്ള ആൾക്കാരെ കൂടെ കൊണ്ടുവന്നിരുത്തി ഒരു 2-3 സൈക്കാട്രിസ്റ്റും കുറച്ച് സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ സൈക്കാട്രി പഠിച്ച് കുറെ അവരൊക്കെ കൊണ്ടിരുത്തിയിട്ട് ചുമ്മാ ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങിയാൽ മതി. ഇപ്പൊ കേരളത്തിൽ ഡി അഡിക്ഷൻ സെന്റർ ഇപ്പൊ തുടങ്ങിയാൽ പോലും നല്ല ബിസിനസ്സാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ തന്നെ സെലിബ്രിറ്റി ലെവലിൽ തന്നെ കുറെ പേര് ഡി അഡിക്ഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലേ. അതൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോഴല്ല, ഈ സാധനം ഇവിടെ ഇറങ്ങിയപ്പോഴേ ഇറങ്ങുന്ന കണ്ടാ എനിക്കറിയാമല്ലോ. എന്നിട്ട് ഇവർക്ക് മനസ്സിലാകത്ത്, ഇവരപ്പോഴും കിടന്നുകൊണ്ട് പറയുന്ന മൊത്തം ഇത് പിടിക്കാൻ പോകുന്നു എന്നിട്ട് അന്ന് പിടിച്ചില്ലല്ലോ, പിടിച്ചത് എപ്പോഴാ, എല്ലായിടത്തും സുലഭമായി കഴിയുമ്പോൾ ആരെ പിടിച്ചാലും കിട്ടുന്ന പറയുന്ന സമയത്താണോ പിടിക്കുന്നത്. അങ്ങനെയല്ലത്. കൺട്രോൾ വേണം. അതുപോലെ ഇതിനെപ്പറ്റി ബോധവൽക്കരണം ഉണ്ടായിരിക്കണം. ഈ അടിക്കുന്നവൻ അറിഞ്ഞിരിക്കുന്നു, ഉപഭോക്താവെ ഉണരൂ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സാധനമൊക്കെ വലിച്ചു ചേരുന്നത്, നല്ല കഞ്ചാവൊക്കെ മേടിച്ച് അടിക്കാനുള്ള പ്രാപ്തരാകൂ, അത്രേ പറയുന്നത്. പിന്നെ ഗവൺമെന്റ് ചെയ്താൽ അതിന്റെ അളവും തോതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവൻ പോയി ഈ പുറത്തുനിന്ന് സാധനം മേടിക്കുന്നവർ കാണും, അവരെ മാത്രം പിടിച്ചാൽ മതി. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകുന്നവരെ പിടിക്കാതല്ല പറയണ്ട, അവരെ പിടിച്ച് ജയിലിടുവെന്നല്ല ചെയ്യുന്നത്. അതിന് റീഹാബാ വേണ്ട. കാരണം അയാൾക്കാ പ്രശ്നം, ഈ സാധനം ഉപയോഗിക്കുന്ന ആൾക്കാ പ്രശ്നം. മനസ്സിലായില്ലേ? ഇത് അറിഞ്ഞുപയോഗിക്കാൻ പറ്റുന്നവരുണ്ട്, അല്ലാതെ എല്ലാവരും അടിച്ചവരെല്ലാം അങ്ങ് പ്രാന്ത് പിടിക്കുകയും എല്ലാവരും ഇത് തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയൊന്നും അല്ല ചെയ്തേക്കുന്നത്. എനിക്ക് എന്റെ അറിവിൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉപയോഗിച്ചിട്ടവർക്കൊന്നും ഒരു പ്രശ്നമില്ല. വളരെ കുറച്ച് പേർക്ക് 1-2-3 പേര് സൂയിസൈഡ് ചെയ്തവരുണ്ട്, അഡിക്റ്റ് ആയിട്ട് ഇപ്പോഴും എന്താണ്ട് വെളിവില്ലാതെ നടക്കുന്നവരുണ്ട്, പിന്നെ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചാൾ അടിക്കാതിരുന്നിട്ടും കാര്യമായിട്ട് പ്രയോജനമൊന്നും ഇല്ലാത്തവരും ഉണ്ട്. ഇതൊക്കെ ഇവർക്ക് നേരത്തെ എന്തോ പ്രശ്നമുള്ളതാണ്. ഇവർക്ക് സ്കൂൾ തൊട്ടേ ഈ പ്രശ്നക്കാരാ.